ബിഗിനേഴ്സിന് ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ കുർത്തിയുടെ ഡിസൈനിങ് ആണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത്. അതിനുവേണ്ടി എടുത്തിരിക്കുന്നത് ആൻറ്റി ഗോൾഡിൻ്റെ ഷുഗർ ബീഡ്സ്, ഗോൾഡൻ സീക്വൻസ്, പിന്നെ ഈ ഒരു ഷെയ്ഡിൽ വരുന്ന ബീഡ്സും ആണ്. നെക്കൊന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഡിസൈൻ വരയ്ക്കാനായിട്ട് എടുത്തിരിക്കുന്നത് അപ്സരയുടെ ഗ്ലാസ് മാർക്കിംഗ് പെൻസിലും പ്രോ സർക്കിളുമാണ്. അപ്പോൾ ഇത് വെച്ചിട്ട് ചെറിയ ഫ്ലവേഴ്സ് നമ്മൾ വരയ്ക്കാനായിട്ട് ഇതുപോലെ വരച്ചു. ഇനി ലീഫൊക്കെ ഒന്ന് വരച്ചു കൊടുക്കുകയാണ്. ഇനി ഞാനൊരു കാര്യം പറയാനുള്ളത്, നിങ്ങൾ ബിഗിനറൊക്കെ ആണെങ്കിൽ ഒരിക്കലും ഫ്രെയിമിൽ ഫിക്സ് ചെയ്തിട്ട് ഇതുപോലെ ഡിസൈൻ വരയ്ക്കല്ല്. എപ്പോഴും നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഡിസൈൻ വരച്ച ശേഷം മാത്രമാണ് ഫ്രെയിമിൽ ഫിക്സ് ചെയ്യേണ്ടത്. അല്ലെങ്കിൽ നിങ്ങൾ ഡിസൈനൊക്കെ വരച്ചിട്ട് ഫ്രെയിമിൽ നിന്ന് എടുത്തു കഴിയുമ്പം ഇത് ചെരിഞ്ഞൊക്കെ ഇരിക്കും. അപ്പോൾ അങ്ങനെ വരല്ല കേട്ടോ. അപ്പോൾ ഇപ്പം കുറച്ച് എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്കിങ്ങനെ ചെയ്യാവുന്നതാണേ. ആദ്യം നെക്കിൻ്റെ ബോർഡറിലൂടെയാണ് ബീഡ്സ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നീഡിൽ ഇതുപോലെ എടുത്തിട്ട് ഒരു ആൻറ്റി ഗോൾഡിൻ്റെ ഷുഗർ ബീഡ് എടുത്തിട്ട് ബാക്ക് സ്റ്റിച്ചിൻ്റെ പോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ്. ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് നീഡിൽ നമ്പർ 12 ആണ് കേട്ടോ. ഇനി നമുക്ക് നീഡിൽ വീണ്ടും എടുക്കേണ്ടത് കുറച്ച് ഫ്രണ്ടിലായിട്ട് ഇതുപോലെ എടുക്കുക. എന്നിട്ടൊരു ബീഡ് എടുത്ത ശേഷം നീഡിൽ നമുക്ക് ഫസ്റ്റ് സ്റ്റിച്ച് ചെയ്ത ബീഡിൻ്റെ ഉള്ളിലൂടെ ഇതുപോലെ കടത്തിയിട്ട് നീഡിൽ ഇവിടെയോട്ട് താഴ്ത്തി കൊടുക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ബീഡ്സ് അടുത്തടുത്ത് വരാൻ വേണ്ടിയാണ് കേട്ടോ. ആദ്യം ഞാൻ ഒരു ബീഡ് എടുത്തിട്ടാണ് സ്റ്റിച്ച് ചെയ്തത്. ഇനി ഞാൻ 2 ബീഡ് എടുത്ത് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യുകയാണ്. അപ്പോൾ 2 ബീഡ് 3 ബീഡ് വരെ മാക്സിമം നമുക്ക് ഇതേപോലെ സ്റ്റിച്ച് ചെയ്യാവുന്നതാണ്. ഞാനിവിടെ സ്പേസിൻ്റെ അനുസരിച്ചാണ് ഇപ്പോൾ 2 ബീഡ് എടുത്തത്. ഇപ്പം നമ്മൾ ഒരു ബീഡിനുള്ള സ്പേസാണ് എടുക്കുന്നെങ്കിൽ ഒരു ബീഡ് എടുക്കാവുന്നതാണ്. അത് നമ്മുടെ ഇഷ്ടം പോലെ ചെയ്യാം. പക്ഷെ ഒത്തിരി ബീഡ് എടുത്തു കഴിഞ്ഞാൽ ബീഡ്സ് സ്റ്റിച്ച് ചെയ്യുന്നത് ലൂസായി പോകാൻ ചാൻസസ് ഉണ്ട്. അപ്പം 3 ബീഡ് വരെ മാക്സിമം നമുക്ക് എടുക്കാം. ഇനി ഫ്ലവറാണ് ചെയ്യുന്നത്. ഒരു കുഞ്ഞു ഫ്ലവറാണ് ഇവിടെ വരുന്നത്. അപ്പോൾ സർക്കിളിൻ്റെ നടുക്ക് നിന്നാണ് ഞാൻ നീഡിലെടുക്കുന്നത്. എന്നിട്ട് ഒരു സീക്വൻസ് എടുത്തിട്ട് ആ സർക്കിളിൻ്റെ ബോർഡറിലേക്ക് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുവാണ്. അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന പോയിൻ്റ് എന്ന് പറയുന്നത് നടുക്കാണ്. നടുക്ക് നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ബോർഡറിലൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ കറക്റ്റായിട്ട് നമുക്കൊരു കുഞ്ഞു ഫ്ലവർ നല്ല ഷേപ്പിൽ തന്നെ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഈ സ്റ്റാർട്ടിങ് പോയിൻ്റ് കണ്ടോ, ആ സെയിം പോയിൻ്റിൽ തന്നെയാണ് വീണ്ടും ഞാൻ നീഡിൽ പൊക്കിയെടുത്തത്. ഇനി താഴ്ത്തി കൊടുക്കുന്നത് സർക്കിളിൻ്റെ ബോർഡറിലാണ്. ഇനി ആ ഫ്ലവറിൻ്റെ നടുക്കായിട്ട് നമുക്ക് ഓരോ റൗണ്ട് ബീഡും കൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ആ ഒരു ഗ്യാപ്പ് പോലെ വന്നിട്ടുണ്ടല്ലോ, അവിടെ നമുക്ക് ഈ ബീഡ് സ്റ്റിച്ച് ചെയ്യുവാണ്. ഇനി സ്റ്റെം പോർഷന് നമ്മൾ നേരത്തെ ബീഡ്സ് സ്റ്റിച്ച് ചെയ്ത് അതേ രീതിയിൽ തന്നെ ബീഡ്സ് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം.
ഇനി ലീഫ് ചെയ്യാനായിട്ട് ലീഫിൻ്റെ ടിപ്പിൽ നിന്ന് നീഡിൽ എടുത്തിട്ടുണ്ട്. എന്നിട്ടൊരു 3 ഷുഗർ ബീഡ് എടുത്തിട്ട് ചെരിച്ച് വെച്ചിട്ട് നമുക്ക് ലീഫ് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഇത് ചെറിയ ലീഫ് ആയതുകൊണ്ടാണ് ഒരു 2 റോ നമ്മൾ ചെയ്ത് കഴിയുമ്പം ലീഫ് ഫില്ലാകുന്നതാണ്. ഇനി ഈ സ്പേസൊക്കെ വന്ന പോർഷനിൽ നമുക്ക് റൗണ്ട് ബീഡ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ്. നീഡിൽ ഇതുപോലെ എടുത്തിട്ട് ഞാനൊരു 3 റൗണ്ട് ബീഡ് ഒന്നിച്ചെടുക്കുകയാണ്. എന്നിട്ട് ആ നീഡിൽ നമ്മൾ പൊക്കിയെടുത്ത് അതേ പോയിന്റിലേക്ക് തന്നെ നീഡിൽ താഴ്ത്തി കൊടുത്തു കഴിയുമ്പം അതൊരു ട്രയാങ്കിൾ ഷേപ്പ് പോലെ ആ ബീഡാവും. എന്നിട്ട് ഇടയ്ക്കിടയ്ക്കൊന്ന് ലോക്ക് സ്റ്റിച്ച് ചെയ്തൊന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ബാക്കി പോർഷനിലൊക്കെ ഓരോരോ റൗണ്ട് ബീഡ് വെച്ചിട്ട് ഗ്യാപ്പ് ഒന്ന് ഫില്ല് ചെയ്തെടുക്കുവാണ്. ഇനി ബാക്കി വരുന്ന യോക്കിൽ സീക്വൻസ് നമുക്ക് സ്കാറ്റർ ചെയ്തൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം. വർക്ക് കംപ്ലീറ്റ് ആയി കഴിയുമ്പം ഇതുപോലെയാണ് വരുന്നത്. അപ്പോൾ എല്ലാവരും ഡിസൈൻ ട്രൈ ചെയ്ത് നോക്കുക. മറ്റൊരു വീഡിയോയിലൂടെ കാണാം. ബൈ.